എടുത്തുചാട്ടക്കാരനായ ജോസ് എന്ന കേന്ദ്ര കഥാപാത്രവുമായി മമ്മൂട്ടിയുടെ ടർബോ തിയേറ്ററുകളിലേക്ക്. സിനിമ ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. 23-ാം തീയതിയാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. നിഷ്കളങ്കനും ഒപ്പം എടുത്തുചാട്ടക്കാരനുമായ ആളാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ജോസ് എന്ന കഥാപാത്രം. യഥാർത്ഥത്തിൽ നടന്ന ചില സംഭവങ്ങൾ കൂടി ചിത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. കഥയുടെ സിംഹഭാഗവും തമിഴ്നാട്ടിലാണ് സംഭവിക്കുന്നത്. കഥ നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല, ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ്. പിന്നെ മറ്റുള്ളവരെ ആരും ആ ഭാഷ പറയുന്നില്ല. ഈ ക്യാരക്ടർ ജോസേട്ടായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ്. ഹ്യൂമർ അവിടെ എവിടെയൊക്കെ വന്നു പോകുന്നു. കാരണം അതിനൊന്നും നേരമില്ല സിനിമയിൽ. അല്ല, തമാശ പറഞ്ഞല്ല, മനുഷ്യന്റെ തല തീ പിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയം ഉണ്ടാവും. അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ. കന്നഡയിലെ രാജ്ബി ഷെട്ടി, തെലുങ്ക് നടൻ സുനിൽ, തമിഴ് നടൻ പ്രകാശ്, അഞ്ജന, ജയപ്രകാശ്, ജോണി ആന്റണി, ദിലീഷ് പോത്തൻ, സണ്ണി വെയിൻ, സിദ്ദിഖ്, ബിന്ദു പണിക്കർ തുടങ്ങിയ താരനിരയാണ് ടർബോയിലുള്ളത്. സിനിമയിൽ ആക്ഷൻ സീക്വൻസുകളാണ് കൂടുതൽ സമയമെടുത്ത് ചെയ്തിട്ടുള്ളത്. വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ ചിത്രമെന്ന പ്രത്യേകതയും ടർബോയ്ക്കുണ്ട്. പോക്കിരി രാജ, മധുരരാജ എന്നീ ചിത്രങ്ങൾക്കു ശേഷം മമ്മൂട്ടിയും വൈശാഖും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ടർബോ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.